മക്കളെ, നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നും വരുന്ന 8 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഇപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ ടൈപ്പ് ചോദ്യമാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ആദ്യം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. അതിന് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ 2 പോയിന്റ് കൂടെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇതാ ബഡ്ജറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം P1x1 + P2x2 = m ആണ്. P1 80 ആണ്, സോ 80x1 + P2 50 ആണ്, 50x2 = m 400 ആണ്. ഇതാണ് ഇക്വേഷൻ. ഇനി അടുത്തത്, ഈ ഒരു കസ്റ്റമർ മുഴുവൻ ഇൻകവും ഒന്നാമത്തെ പ്രൊഡക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര അളവിൽ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. സോ 5 kg ആണ് ഇവർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അടുത്തത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. -P1/P2 ആണ് സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് നമുക്ക് ഇവിടെ -1.6 കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇൻകം 200 ആണെന്നുണ്ടെങ്കിൽ മാറിയ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സോ 200 ആണ് ഇൻകം മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും മാറുന്നുണ്ട്. 2.5ഉം 4ഉം ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ പുതിയത് കിട്ടിയിട്ടുണ്ട്. അടുത്തത് P1 ആണ് മാറുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രമേ മാറുന്നുള്ളൂ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആദ്യം കിട്ടിയത് തന്നെയായിരിക്കും. സോ 4-ന്ന് 8ലേക്കാണ്. അപ്പോൾ 4-ന്ന് 8ലേക്ക് ഇതാണ് ആ പുതിയ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.